യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഞാനെന്നൊരു ചെറിയ കഥയാണ് പറയാൻ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ രാവിലെ ഒരു 7-7:30 ഒരു ഹോസ്പിറ്റലിലോട്ട് ഓട്ടം പോവുകയായിരുന്നു. ഏകദേശം എന്തോ വെയിലിന് ചൂട് കൂടിയതുകൊണ്ടായിരിക്കും അന്ന് ആ പ്രഭാതത്തിന് നല്ല തണുപ്പായിരുന്നു. വളരെ തിരക്ക് കുറഞ്ഞൊരു ദിവസമായിരുന്നു അന്ന്. അത്യാവശ്യം നല്ല സ്പീഡിലായിരുന്നു വണ്ടി പൊയ്ക്കൊണ്ടിരുന്നത്. നല്ല സ്പീഡെന്ന് വെച്ചാൽ 40 കിലോമീറ്റർ. ഏകദേശം വണ്ടി ഒരു ചെറിയ ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്താണ് എൻ്റെ മുമ്പിൽ കാര്യം ശ്രദ്ധിച്ചത്. എൻ്റെ എതിർഭാഗത്തുനിന്ന് ഒരു 400 മീറ്റർ ഗ്യാപ്പിൽ ഒരു സ്കൂൾ ബസ് വരുന്നുണ്ട്. അപ്പോൾ സ്കൂൾ ബസ് വരുന്നപ്പം ആ സ്കൂൾ ബസ് ഓണടിച്ചപ്പോഴാണ് ശ്രദ്ധിച്ചത് എൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഒരു 100 മീറ്റർ മുമ്പിലായിട്ടൊരു അമ്മയും 2 പിള്ളേരും, മൂത്തൊരു പെങ്കൊച്ച്, ഒരു 5 പഠിക്കുന്നു തോന്നുന്നു. നല്ലതൊരു ആൺകുട്ടിയാണ്. പുള്ളിയൊരു 1ാം ക്ലാസ് പഠിക്കുന്നു. രണ്ടുപേരും ആ സ്കൂൾ ബസ്സിന് ഓണടി കേട്ടപ്പോഴേക്ക് മൂത്ത കൊച്ച് ബാഗ് എടുത്ത് കൈ പിടിക്കും. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇത് അവരുടെ സ്കൂൾ ബസ് തന്നെയാണ്. ഞാനത് ഇറങ്ങിച്ച വണ്ടി സ്ലോ ആക്കി പതുക്കെ അങ്ങ് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഇളയ കുട്ടിയാണെങ്കിൽ അവൻ്റെ ബാഗ് അമ്മയുടെ ഇരിക്കുകയാണ്. അമ്മ വലതേക്ക് ബാഗ് പിടിക്കുന്നു, ബാഗ് തോളെ വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഇടതേക്ക് മൊബൈൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓണടിക്കുന്നുണ്ട്, ആ കയറ്റം കയറി വരുന്ന സ്കൂൾ ബസ് ഓണടിക്കുന്നുണ്ട്. ആ ഇളയ കുട്ടിയാണെങ്കിൽ അവൻ്റെ കൈ ഫ്രീ ആണ്. അവൻ അമ്മയുടെ നൈറ്റിൽ എന്തോ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു തോന്നുന്നു. അവനോട് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നമ്മളെന്താ പറയുക, ഓണിയ മാർച്ച് സെറ്റ് ഗോ എന്ന രീതിയിൽ നിൽക്കുകയാണ് അവൻ, ഇപ്പോൾ ഓടുന്ന രീതിയിൽ. അപ്പോൾ അമ്മ എൻ്റെ വണ്ടി ഓണടി കേട്ടപ്പോൾ അമ്മ സ്വാഭാവികമായിട്ടും അവനെ തടഞ്ഞെന്ന് വെച്ചാൽ ആ മൊബൈൽ വെച്ച് പയ്യെ താഴോട്ട് കാണിച്ച് ഓടരുത് രീതിയിൽ. പക്ഷെ അവനത് കാണുന്നില്ല. കാരണം അവൻ്റെ തലയ്ക്ക് പൊക്കത്താണ് മൊബൈൽ അമ്മ കൈ പിടിച്ചേക്കണേ. രണ്ടാമതും അമ്മ ഞാൻ ഓടിച്ചപ്പോൾ പിന്നെ മൊബൈൽ ഇച്ചിരി കൂടി താഴ്ത്തി കാണിച്ചു. പക്ഷേ എന്നിട്ടും പയ്യനത് കാണുന്നില്ല. അവൻ ഓടാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഞാൻ പയ്യെ സ്ലോ ആക്കിയപ്പം എന്തോ എന്താ പറയുക, ഞാനത് അവൻ കടക്കുമ്പോൾ എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞാനങ്ങ് അടുത്തോന്ന് വന്നത്. പക്ഷെ ഞാൻ സ്ലോ ആക്കിയപ്പോൾ ആ കുഞ്ഞു കൊച്ച് എൻ്റെ വണ്ടി കണ്ട്. അപ്പോൾ അവനവിടെ നിൽക്കുകയും ഞാൻ ക്രോസ് ചെയ്ത് പോവുകയും ചെയ്തു.